പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെ. അക്കാലത്ത് ഈശോ ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച 12-ാം തീയതി ഈ രാത്രിയിൽ യേശുവിനെ രാജാവായി ഈ അൾത്താരയിൽ ദർശിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുകയാണ്. ഈശോയുടെ നിർദ്ദേശപ്രകാരം കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നു. ഓശാന ഒരു ആവേശമാകുകയാണ്. ഒരു ഓശാനയിലേക്ക് കൂടി നമ്മൾ കുരുത്തോലയും വഹിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് അവൻ ഓശാന പാടി നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് തമ്പുരാനെ രാജാവായി അംഗീകരിക്കാം. എൻ്റെ ഈശോയെ എല്ലാത്തിൻ്റെയും അധികാരിയും അധിപനുമായി അംഗീകരിച്ചുകൊണ്ട് അവിടുന്നാണ് എന്നെ നിയന്ത്രിക്കുന്നതും എന്നെ വിശുദ്ധീകരിക്കുന്നതും എന്നെ രക്ഷിക്കുന്നതും എന്നെ കാത്തുപാലിക്കുന്നതും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ഓശാനയിലേക്ക്, അവിടുത്തെ രാജകീയ പ്രവേശനത്തിലേക്ക് നമുക്ക് പങ്കുചേരാം. ഈ പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കുചേരാൻ ഈ രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടുകൂടി ആയിരിക്കാം. ഇത് ഒരവസരമാണ്. ഈ ഓശാന നമ്മളെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അവസരങ്ങളാണ്. നമ്മളെ തന്നെ വിനീതനാക്കുന്ന ഒരവസരം, നമ്മളെ തന്നെ വിനീതനായ രാജാവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസരമാണ് ഹോസാന എന്ന് പറയുക. നമ്മുടെ എല്ലാ തലക്കനകളും മാറട്ടെ. നമ്മുടെ എല്ലാ തെറ്റായ പഠനങ്ങളും സിദ്ധാന്തങ്ങളും, നമ്മുടെ എല്ലാ ജീവിത ശൈലികളും മാറട്ടെ. ഇവനാണ് രാജാവ്, ഇവനെ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റേതായിട്ടുള്ള സ്വാധീനങ്ങൾ, മറ്റ് ചിന്തകൾ, മറ്റ് അധികാര വലയങ്ങൾ, മറ്റ് സംരക്ഷണ വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് ശിശുക്കളെപ്പോലെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരവസരമാണ് ഓശാന എന്ന് പറയുക. യേശുവിൻ്റെ എല്ലാമായി തീരുവാനുള്ള ഒരവസരമാണ്
ഈ തപസ് കാലത്തിലെ ഈ ഹോശാന എന്നുള്ളത്. അവൻ്റെ എല്ലാമായി തീർന്ന് അവനോട് തന്നെ വിലപിക്കാനൊട്ടുള്ള ഒരവസരം. ഹോസാന എന്ന വാക്ക് എല്ലാ ദിവസവും ദിവ്യബലിയിൽ തന്നെ നമ്മളിത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹോസാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. രക്ഷിക്കാൻ കഴിവുള്ള ഈശോയെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തൊഴിൽ മേഖലകളിലേക്ക്, ഞാൻ കണ്ടുമുട്ടുന്നവരിലേക്കൊക്കെ കടന്നു വരുന്ന പൈശാചിക ശക്തികളിൽ നിന്ന്, അധികാര വലയങ്ങളിൽ നിന്ന്, സ്വാധീനങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന്, തെറ്റായ ശീലങ്ങളിൽ നിന്ന്, തെറ്റായ പഠനങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കണമേ എന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണ്. അത് ഏറ്റുപറയുവാനും വിളിച്ചു പറയുവാനുള്ള അവസരമാണ് ഈ ഹോസാന. നിഷ്കളങ്കരായി തീരാനായിട്ടുള്ള അവസരമാണ് ഈ ഹോസാന. ശിശുക്കളെപ്പോലെ ആകുന്നു. യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ സകലതും നന്മകൾ, അവൻ്റെ അത്ഭുതങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ പ്രഘോഷിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഇവർ ഇത് ചെയ്തില്ല എങ്കിൽ ഈ കല്ലുകൾ, അത് കാൽവരിയിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവർ അവനെ അംഗീകരിക്കുകയോ അവനെ സ്തുതിക്കുകയോ അവനെ ഏറ്റുപറയുകയോ ചെയ്യാതെ വന്നപ്പോൾ പ്രപഞ്ചവും പ്രകൃതിയും അവനെ പ്രഘോഷിച്ചു. നിശ്ചലമായിരുന്നത് പലതും, നിർജീവങ്ങളായിരുന്ന പലതും അവനെ പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനിയും കല്ലുകളും മരങ്ങളുമാകുന്ന അവസ്ഥയിലേക്കല്ല, ജീവനുള്ള എൻ്റെ ദൈവത്തെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വിളിക്കുവാൻ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാന രാജാവായ യേശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയാനുള്ള അവസരം. ഒരു യഥാർത്ഥ രക്ഷ ദൈവം മാത്രമാണെന്ന ബോധ്യത്തിലേക്കുള്ള ഒരു കടന്നുവരവാണ് ഈ ഹോസാന എന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരവസരമാണ് ഈ ഹോസാന. ഈ പ്രദക്ഷിണം വന്നു നിൽക്കുക ജെറുസലേം ദേവാലയത്തിലാണ്. അവിടെ നടക്കുന്ന ക്രയവിക്രയങ്ങളെ, ആരാധന രീതികളെയൊക്കെ അവിടുന്ന് തച്ചുടക്കുന്നത് കാണാം, തകർത്തെറിയുന്നത് കാണാം. എൻ്റെ ആലയത്തെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറയുന്ന, നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ കച്ചവട സ്ഥലമാക്കിയിട്ടുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾ കച്ചവട സ്ഥലമായിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ രീതികൾ കച്ചവട സ്ഥലമായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ, ഹൃദയമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരവസരമാണ് ഈ ഹോസാന. നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വരാം. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എൻ്റെ ശക്തനായ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്താം, ശിരസ് നമിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെയും ലോകം മുഴുവനെയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ തിന്മകളെയും അധികാരങ്ങളെയും സ്വാധീനങ്ങളെയും വിശുദ്ധീകരിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്കായിരിക്കും. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു ശുഭരാത്രിയും ശുഭദിനവും നിങ്ങൾക്ക് ആശംസിക്കുന്നു. രാജാവായി എൻ്റെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് വരുന്ന ഈശോയെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നിദ്രയിലേക്ക് പോകാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ